അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വന്ന അതീവ സങ്കീർണവും ദുർബലവുമായ സമാധാന ചർച്ചകളിൽ വീണ്ടും കടുത്ത വിള്ളലുകൾ വീണിരിക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ പേരിൽ വാഷിംഗ്ടൺ സമ്മർദ്ദം തുടർന്നാൽ ചർച്ചകൾ പൂർണ്ണമായി തകരുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ടെഹ്റാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതോടെ മധ്യപൂർവേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിവന്ന നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ പുതിയ സംഭവ വികാസം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും വളരെ ആഴമേറിയതും ഗൗരവമുള്ളതുമായി തുടരുകയാണെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒരു അന്തിമ കരാറിലേക്ക് എത്തുന്നതിന് മുൻപ് പരിഹരിക്കേണ്ട നിരവധി തർക്ക വിഷയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കാലങ്ങളായി തുടരുന്ന അവിശ്വാസവും രാഷ്ട്രീയ വിയോജിപ്പുകളും കാരണം ഒരു വലിയ വഴിത്തിരിവ് അത്ര പെട്ടെന്ന് സാധ്യമാകില്ലെന്ന സംശയങ്ങൾ നയതന്ത്ര വൃത്തങ്ങളിൽ ശക്തമായി കഴിഞ്ഞു. ഈ അനിശ്ചിതത്വം മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ വീണ്ടും വഷളാക്കുകയാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ഔദ്യോഗിക മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നത്. നിലവിലെ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനം ഉറപ്പാക്കുക എന്നിവ മാത്രമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത ആണവ നിബന്ധനകൾ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നത് ഇപ്പോഴത്തെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നാണ് ഇറാന്റെ വാദം. അതുകൊണ്ട് തന്നെ ആണവ പദ്ധതികളിൽ പെട്ടെന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് ടെഹ്റാൻ തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകിയത്. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവ അവകാശങ്ങളെ അമേരിക്ക അംഗീകരിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്നും അതിന്മേൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ അനുവദിക്കില്ലെന്നും അവർ ആവർത്തിക്കുന്നു. എന്നാൽ ഇറാന്റെ കയ്യിലുള്ള യുറേനിയം ശേഖരം പൂർണ്ണമായി ഇല്ലാതാക്കാതെ സമാധാന കരാർ സാധ്യമല്ലെന്ന കടുത്ത നിലപാടിലാണ് വാഷിംഗ്ടൺ. ഇരു രാജ്യങ്ങളും തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ചർച്ചകളെ പൂർണ്ണമായും നിശ്ചലമാക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇറാനെ ഈ കടുത്ത നിലപാടിലേക്ക് നയിക്കുന്നത്. തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കാതെ യാതൊരുവിധ ആണവ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവില്ലെന്ന് ടെഹ്റാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിശ്വാസയോഗ്യമായ ആണവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്കയും തയ്യാറല്ല. ഈ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ ചർച്ചകളെ ഒരു വഴിമുട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ നിലവിലെ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ ഈ സമാധാന പ്രക്രിയയുടെ തകർച്ച വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാനാണ് ഈ ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ വിള്ളലുകൾ ശത്രു രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രകോപനം നൽകാൻ പോകുന്നതാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വീണ്ടും ഒരു കടുത്ത സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയേക്കും. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അതീവ രഹസ്യമായും വേഗത്തിലും തുടരുന്നു എന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തടയാൻ നയതന്ത്ര ചർച്ചകൾക്കപ്പുറം കടുത്ത സൈനിക നടപടികൾ വേണമെന്ന സമ്മർദ്ദം അമേരിക്കൻ ഭരണകൂടത്തിന് മേലുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികൾ ഇറാന്റെ ആണവ മുന്നേറ്റത്തെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെയുള്ള ഭീഷണിയായാണ് കാണുന്നത്. അതിനാൽ ചർച്ചകളിലെ ഈ വിള്ളൽ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയേക്കാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണങ്ങളെ പോലും മറികടന്നാണ് ഇറാന്റെ നീക്കങ്ങൾ എന്ന് അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതെന്ന മുൻ നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായിയുടെ പ്രസ്താവനയിലൂടെ തങ്ങളുടെ മുൻഗണന എന്താണെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ആണവ കാര്യങ്ങളെക്കാൾ പ്രാദേശിക സുരക്ഷയ്ക്കാണ് അവർ ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ഈ നയതന്ത്ര പ്രതിസന്ധി ആഗോള ഊർജ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കാൻ സാധ്യതയേറെയാണ്. ഹോർബസ് കടലെടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇറാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ എണ്ണക്കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇറാൻ കടന്നേക്കാം. ഇത് ആഗോള വിപണിയിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലും ഇറാന്റെ ഈ പുതിയ നിലപാടിനെ ചൊല്ലി കടുത്ത അതൃപ്തി പൊക്കുകയുന്നുണ്ട്. ഇറാനോട് അമിതമായ ഉദാരത കാണിക്കുന്നത് ശത്രുക്കൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം വാഷിംഗ്ടണിലുണ്ട്. ചർച്ചകളിലെ ഈ പുതിയ വിള്ളൽ അത്തരം കടുത്ത നിലപാടുകാർക്ക് കൂടുതൽ മുൻകൈ നൽകും.
ഇതോടെ ഇറാനുമേൽ കൂടുതൽ കർശനമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ വൈറ്റ് ഹൌസ് നിർബന്ധിതരായേക്കും. മറുഭാഗത്ത് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇറാന്റെ നിലപാടുകളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആവശ്യങ്ങളെ ചെറുക്കാൻ അവർ ഇറാനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാൻ ഈ വൻ ശക്തികളുമായി കൂടുതൽ അടുത്ത സൈനിക സാമ്പത്തിക ബന്ധങ്ങളിലേക്ക് നീങ്ങും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ചേരിതിരിവിനും ശക്തി പ്രകടനങ്ങൾക്കും കാരണമാകും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇരു രാജ്യങ്ങളോടും സമാധാനത്തിന്റെ പാത വെടിയരുതെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ചർച്ചകൾ പൂർണ്ണമായി തകരുന്നത് മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ഇറാന്റെ യുറേനിയം ശേഖരത്തെ ചൊല്ലി ഉടലെടുത്ത ഈ തർക്കം കേവലം ഒരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ അന്തസ്സിന്റെയും പരമാധികാരത്തിന്റെയും പ്രശ്നമാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത അമേരിക്കൻ ശൈലിയും അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന ഇറാന്റെ നിലപാടും സമാധാന പ്രക്രിയയെ വലിയൊരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിള്ളൽ കൂടുതൽ വലുതാകുമോ അതോ പുതിയൊരു അനുരഞ്ജന ഫോർമുല രൂപപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.